ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജഡായി പാർക്കിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഈ ജഡായി പാർക്കിലേക്ക് നമുക്ക് രണ്ട് മാർഗം എത്താൻ സാധിക്കും. ഒന്ന് റോപ്പ് വഴിയും, രണ്ട് നടന്നും എത്താൻ. നടന്നു പോകുന്നതാണ് ഏറ്റവും അധികം രസകരമെന്ന് മുകളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ റോപ്പ് കൂടി സഞ്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ സുരക്ഷിതമായ ക്യാബിനുകളോട് കൂടിയ റോപ്പ് യാത്രയായിരുന്നു. ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നതെങ്കിൽ അങ്ങേയറ്റം രസകരമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ ഉയരത്തിലൂടെയാണ് ഈ ഒരു യാത്ര എന്നുള്ളത് ഇവിടുത്തെ ഒരു സവിശേഷതയും കൂടിയാണ്. ഒരു ഫോറസ്റ്റ് മേഖലയിലൂടെയുള്ള ഒരു പാറപ്പുറത്തേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ഒരു റോപ്പ് യാത്രയിലൂടെ അനുഭവപ്പെടുന്നത്. എന്തായാലും ആ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ക്യാമറയിലൂടെ പകർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയുള്ളത്. വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെയാണ് സർക്കാർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിന് ഓരോ സീനിയോറിറ്റി അനുസരിച്ചാണ് ഇതിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചുറ്റുഭാഗത്തും ഗ്ലാസും നമുക്ക് മൊബൈൽ ക്യാമറയിൽ പകർത്താൻ വേണ്ടി ചെറിയ ഗ്യാപ്പുകളും മറ്റൊക്കെ ഇട്ടിട്ടുള്ളതിനാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് മൊബൈലിൽ പകർത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ തുടക്കം കയറിയിട്ടേ ഉള്ളൂ. വാഹനം സഞ്ചാരം തുടങ്ങാൻ പോവുകയാണ്. ഇനിയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു എന്നാണ് പറയേണ്ടത്. കാരണം അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. അപ്പോൾ അവർ വളരെയധികം ഹാപ്പിയാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഒരു അനുഭവമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാണാത്ത ചില കാഴ്ചകൾ ഈ ക്യാബിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം മൊബൈൽ ക്യാമറ വെച്ചെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട്. ഇതിലെ ഗ്ലാസ് വഴി നമുക്കിതൊക്കെ പകർത്താൻ അവസരങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾ ഹാപ്പിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളും ഹാപ്പിയാണ്. കൂടുതൽ ഉയരങ്ങളിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു അനുഭൂതി അനുഭവിക്കുന്നത്. ഉയരങ്ങളിലെത്തുമ്പോൾ വളരെയധികം രസകരമാണ്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്യാബിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയറായിട്ട് ക്യാമറയിലെല്ലാം പകർത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾക്കതൊക്കെ വീഡിയോയിൽ കാണാം. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നല്ല ഉയരത്തിലെത്തിക്കഴിഞ്ഞു. ഒരു വിമാനത്തിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇരു വശങ്ങളിലും ഫോറസ്റ്റ് ഏരിയയാണ്. കുരങ്ങുകളും മറ്റുമൊക്കെ ഇവിടെ കാണാം. മുതിർന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികളാണിത് ആസ്വദിക്കുന്നത്. കാരണം അവർക്കിത് വലിയൊരു അനുഭൂതിയാണ്. അവരത് ഈ വശങ്ങളിലായിട്ട് നിന്ന് ഇവിടെ വേറെ മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല. കാരണം ഇത് സുരക്ഷിതമായ ഒരു ക്യാബിനുകളിൽ നമ്മളെ കയറ്റി ലോക്ക് ചെയ്തതിനാൽ വേറെ മറ്റ് നിയന്ത്രണങ്ങളോ സീറ്റ് ബെൽറ്റോ അങ്ങനത്തെ യാതൊരു നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. സ്വതന്ത്രമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളത് അനുഭവം തന്നെയാണ്. ഉയരങ്ങളിലെത്തും തോറും നമുക്ക് ചുറ്റുപാടുമുള്ള വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമുക്ക് പാറയുടെ മുകൾ ഭാഗം എത്താറായിട്ടുണ്ട്. താഴെ പുഴകളും ഒരു ഹെലികോപ്റ്റർ ഗ്രൗണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഹെലികോപ്റ്റർ വന്ന് നിൽക്കാറുണ്ട്, ലാൻഡ് ചെയ്യാറുണ്ട്. അവിടെ ആവശ്യമായി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും VIP-കൾക്കുമൊക്കെ ഈ ഹെലികോപ്റ്റർ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താം. അങ്ങനെ സൂര്യ അസ്തമയത്തോടും അടുത്തിരിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു. നമ്മളെന്തായാലും അല്പം ലേറ്റാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ നമുക്ക് ഒരു നിശ്ചിത സമയമേ ഉണ്ടാവുകയുള്ളൂ.
കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ടൈം ലഭിക്കുമായിരുന്നു. വളരെ സാവധാനമാണ് മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് സ്പീഡ് കൂട്ടുകയും അവർ ചെയ്തു. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എന്തോ കാരണത്താൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് സമയത്തേക്ക്. ഉടൻ തന്നെ ഇത് പുറപ്പെടുമെന്ന് കരുതുന്നു. താഴെയായിട്ട് ചെറിയൊരു കുളം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് ഈ പാറയുടെ മുകളിലുള്ള ജടായുമായുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു കുളമാണ് നമ്മൾ കാണുന്നത്. ഈ കുളത്തിൽ നിന്നാണ് വെള്ളം ലഭിച്ചെന്നാണ് പറയുന്നത്. ഇത് ഒരിക്കലും പറ്റില്ല എന്നും ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയുവാനുള്ളത്, പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയുവാനുള്ളത്, ഇവിടെ മദ്യപിച്ചിട്ട് വരുന്നവരെ ഇവിടെ കയറ്റുകയില്ല. അഥവാ നിങ്ങൾ മദ്യപിച്ചിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. ഇതിനകത്തോട്ട് കയറാൻ അനുവാദം ലഭിക്കുകയില്ല എന്നുള്ള കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ക്യാബിൻ അവർ തുറന്ന് നമ്മളെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നതായിരിക്കും. എത്തിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ജടായുവിൻ്റെ ആ ശില്പം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വെട്ടേറ്റ് കിടക്കുന്ന പക്ഷിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കും. ശരിക്കും ഒരു പക്ഷി കിടക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഫീലിംഗ് ഉളവാക്കുന്ന രീതിയിലാണ് ആ ശില്പം ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് ആ പാറപ്പുറത്ത് മുഴുവനും നടന്ന് സഞ്ചരിച്ച് കാണുവാൻ സാധിക്കുന്നതാണ്. അതേസമയം ഒരു പ്രത്യേക ഒരു നിബന്ധന അവിടെ വെച്ചിട്ടുണ്ട്. ആ ശില്പത്തിൻ്റെ ചിറകിൽ പോലും നമ്മൾ ആരും കയറിയിരിക്കാനോ സ്പർശിക്കാനോ ഒന്നും പാടില്ല എന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. ഇനി ആരെങ്കിലും അബദ്ധത്തിൽ അതിൽ കയറുകയോ ഇരിക്കുകയോ മറ്റോ ചെയ്താൽ അപ്പോൾ തന്നെ സെക്യൂരിറ്റി വിസിലടിച്ച് നിർദ്ദേശം നൽകുന്നതായിരിക്കും. ഈ ഒരു ശില്പത്തിൻ്റെ അടിഭാഗത്തായിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഹാള് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നടന്നു വരുന്ന പാത. ഇത് യുവാക്കൾക്ക് വളരെ ഒരു ഹരമായിരിക്കും ഇതുവഴി കയറി വരാൻ. അതേസമയം വയസ്സായ ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുമായിരിക്കും. ആയതുകൊണ്ട് തന്നെ 450-500 രൂപയ്ക്കകത്താണ് ഒരാൾക്ക് ടിക്കറ്റ്. അത് കൊടുത്ത് നമ്മൾ ഈ റോപ്പിൽ കയറി വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കുട്ടികളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ നടന്നു വരുന്നതിന് ചിലവ് കുറവാണ്. നമുക്ക് നടന്നു വരുന്നതിന് 350 രൂപ ടിക്കറ്റ് മതിയാകും. അതും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നല്ല ആസ്വദിച്ച് നമുക്ക് കാറ്റും കൊണ്ട് നടന്നു വരാം. പിന്നെ റോപ്പിൽ വരുന്നവർക്ക്, നടക്കാൻ സാധിക്കാത്തവർക്ക് റോപ്പിൽ വരാം. അപ്പോൾ റോപ്പിൽ വരുന്നത് ദൃശ്യവും നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ജഡായി പാർക്ക് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ വന്ന് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ വളരെ മനോഹരമായ ഗാനം റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് വലിയ ആസ്വാദ്യകരമായ ഒരു സോങ്ങാണത്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരു ബിൽഡിങ്ങാണ്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ടാണ് ഈ ജഡായു സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ബിൽഡിങ്ങാണ്. ബിൽഡിംഗ് പണി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ അകത്ത് കയറാനുള്ള അനുവാദമില്ല. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ചെരുപ്പ്, പാദരക്ഷകളൊക്കെ ഊരിയിട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കും. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ പുറകെ കാണിക്കുന്നതായിരിക്കും. കാത്തിരിക്കുക. ഇപ്പോൾ ജഡായുവിൻ്റെ ഒരു മനോഹര ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫോക്കസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അതിൻ്റെ ചിറകിൻ്റെ വലിപ്പവും മറ്റുമൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. മനോഹരമായ ഒരു പരുന്തിൻ്റെ രൂപമാണ് കാണുന്നത്. അതിൻ്റെ കണ്ണുകൾ വളരെ ആകർഷകരമാണ്. കണ്ണ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കാൽ ഭാഗവും എല്ലാം വളരെയധികം ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്.
നമ്മളിപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണുള്ളത്. ക്ഷേത്രത്തിൽ ഉള്ള വിഗ്രഹങ്ങൾ മുഴുവനും ഒരു ഷോക്കേഴ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ ഷോക്കേഴ്സിൽ അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാ യാത്രക്കാർക്കും അതൊക്കെ സ്വമേധയാ കണ്ട് പോകുവാനുള്ള അവസരങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ കടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, പാദരക്ഷകളൊക്കെ മാറ്റിക്കൊണ്ട് വേണം അകത്തോട്ട് കയറാൻ. അങ്ങനെ ധാരാളം പേര് ക്ഷേത്രത്തിൽ കയറുന്നുണ്ട്. മറ്റു ഷൂസും മറ്റുമൊക്കെ അഴിച്ചു വെച്ച് പോകേണ്ട ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മാത്രം അങ്ങോട്ട് കടക്കാൻ നിന്നില്ല. അവിടെ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് പരമാവധി പകർത്താൻ പറ്റുന്ന ദൃശ്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റേത് പകർത്തിയിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ ഉൾഭാഗത്തിലോട്ടൊക്കെ ഉള്ളത് നമ്മൾ ഗല്ലിയിൽ കൂടെ പകർത്തിയിട്ടുണ്ട്. ആഗ്രഹം ഉള്ളവർക്ക് വളരെയധികം നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ ആ ഒരു സംതൃപ്തി ലഭിക്കട്ടെ. വളരെ മനോഹരമായ ഒരു പഴമ നിലനിർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ട് മടങ്ങുന്നത്. അതിൻ്റെ ചുറ്റുമതിലുകളും നമുക്ക് നിരീക്ഷിക്കാം. വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം ഈ ഒരു മനോഹാരിത. പ്രത്യേകിച്ച് സമയവും വളരെയധികം നല്ലൊരു ടൈമാണ് നമ്മളിവിടെ ചിലവഴിക്കുന്നത്. സായം സന്ധ്യ എന്ന് തന്നെ പറയാം. ഏതാനും നിമിഷങ്ങൾക്കകം ഇരുട്ട് ബാധിക്കുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുവരെ നമുക്കിതിൻ്റെ ചുറ്റുമുള്ള വിശേഷങ്ങൾ കണ്ട് ആസ്വദിക്കാം. ഇവിടെ ഒരു ഗ്രാനൈറ്റ് ബോർഡിൽ ഒന്നല്ല പല ഭാഗത്തായിട്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ കൃത്യമായി ഈ മലയും ഈ കുന്നിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജടായുവിൻ്റെ ഐതിഹ്യവും എല്ലാം കൃത്യമായി ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് കണ്ട് വായിച്ച് നമുക്ക് ഇവിടുത്തെ ഐതിഹ്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൽ ഹിന്ദി, ഇംഗ്ലീഷിലും ഇതിൻ്റെ തർജ്ജിമ എഴുതി വച്ചിട്ടുള്ളതിനാൽ ഇന്ത്യയിലുള്ള ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ പുറകെ നിന്നും പല പല ക്യാബിനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ധാരാളം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വരുന്ന ക്യാബിനുകളിലെല്ലാം തന്നെ ആളുകൾ പോകാനുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കോ മറ്റോ ഒന്നും ഇതിൽ അനുഭവപ്പെടുകയില്ല. സാധാരണ ഗതിയിലുള്ള ഒരു നോർമലായിട്ടുള്ള സഞ്ചാര കേന്ദ്രത്തിലുള്ള തിരക്ക് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം വിശാലമായിട്ട് നോക്കിക്കണ്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ടീ, കോഫി എല്ലാം നമുക്ക് കുടിച്ച് ആസ്വദിക്കാനും. പൊന്മുടി, ട്രിവാൻഡ്രം സൂ എന്നിവയുടെ 2 പരസ്യ ബോർഡുകളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അറിയാത്ത വിദേശികൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം ട്രിവാൻഡ്രത്തെ 2 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെ ബോർഡുകളായിട്ട് സ്ഥാപിച്ച് വെച്ചിട്ടുള്ളത്. വളരെയധികം മനോഹരമാണ് ചുറ്റുഭാഗവും. വളരെ സ്വീറ്റായ ഒരു പ്രദേശമാണ്. സെൽഫി എടുക്കാനൊക്കെ പറ്റും. ധാരാളം സെൽഫി നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കും. ആവശ്യമായ വിശാലതയും അതോടൊപ്പം തന്നെ മനോഹാരിതയും ഉള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി താഴോട്ടിറങ്ങി ഇവിടെ ഒരു കുളമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകം ആ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ചില പ്രത്യേകതകളുള്ള ഒരു കുളമാണ്. ഇവിടെ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് ജടായു വെള്ളം കുടിച്ച് ജീവിച്ചത്. ജടായുവിന് ആവശ്യമായ വെള്ളം ഇതിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. അത് വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു അതിക്രമത്തിൽ പ്രതിഷേധിച്ച ആ ജടായുവിൻ്റെ ജീവൻ നിലനിർത്തിയത് ഈ കുളത്തിൽ നിന്നും വെള്ളം കുടിച്ചെന്നാണ് പറയപ്പെടുന്നത്.
വീണ്ടും വാഹനങ്ങൾ റെഡിയായി ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പോകുന്നു, കൊണ്ടുവിടുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു വർക്കാണ് അവിടുത്തെ ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. സാധാരണ മറ്റെവിടെയും നമുക്ക് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ജഡായു പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റാണിത്. വളരെ മനോഹരമായിട്ട് ജഡായു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കവിടെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഉള്ളിലോട്ട് കയറാൻ സാധിക്കില്ല. ഒരു മ്യൂസിയത്തിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രത്യേകം പാസ്സുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മുന്നിൽ തന്നെ വീണ്ടും ഇതിൻ്റെ മുന്നിലും ഐതിഹ്യം എഴുതി വച്ചിട്ടുണ്ട്. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോയതും പിന്നെ അതോടൊപ്പം ജഡായു വന്ന് തടഞ്ഞതും ജഡായുവിൻ്റെ ചിറകുകളറ്റ് വീണതും വരെയുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി താഴോട്ടുള്ള യാത്രയാണ്. ഏറ്റവും ഫ്രണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നിശ്ചിത ഗ്യാപ്പ് ഉള്ളതിനാൽ തന്നെ നമ്മുടെ വ്യൂസിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് വഴിയിലൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.